നമസ്കാരം, ഡെമോക്രസിയിലേക്ക് സ്വാഗതം. നാട് നന്നാക്കാനും അതുവഴി സ്വന്തം വീട് നന്നാക്കാനും രാഷ്ട്രീയത്തിലിറങ്ങുന്നവരെ മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയറായിരുന്ന ബി ഭദ്ര ആ ചരിത്രമങ്ങ് തിരുത്തിക്കുറിക്കുകയാണ്. മേയർ സ്ഥാനം വനിതാ സംവരണമായപ്പോൾ മനസ്സിൽ ഒത്തിരി ലഡു പൊട്ടിയ പാവം ഡെപ്യൂട്ടി മേയർക്ക് കോൺഗ്രസ്സുകാർ സീറ്റ് പോലും നൽകിയില്ല. സീറ്റ് പോയ കോൺഗ്രസ്സുകാർ സാധാരണ പാർട്ടി ഓഫീസുകളിലെ തിണ്ണനിറങ്ങി കാലം കഴിക്കുകയാണല്ലോ പതിവ്. എന്നാൽ പുതിയൊരു ജോലി സമ്പാദിച്ച് മാതൃകയായിരിക്കുകയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ ചെറുമകൾ. Now on, she is a professional. In fact, she was a professional IT. I hope many of you know about it. She's from the IT industry. She has been in the IT industry successfully. That is why we have selected her actually, not because of any other qualification. And we had a rigorous interview. We had a rigorous personal interview, test and all that. And she has come out very successfully. So we are proud that we have got a professional as a director of our TIEC. മുന്നേറ്റത്തിൻ പുതിയ മുഖമിതാ, അഭിമാനത്തിൻ പുതിയ മുഖമിതാ, മലയാളത്തിൻ പുതുമയിതാ, പുത്തൻ ഗീതമിതാ, എൻ ശക്തിയുടെ പുതിയ മുഖമിതാ, പെൺ ശക്തിയുടെ പുതിയ മുഖമിതാ, സ്ത്രീത്വത്തിന്റെ പുതുമയിതാ, അവളുടെ ഗീതമിതാ. അന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രഷാണ്, എനിക്കറിയില്ല പൊളിറ്റിക്സ് അറിയില്ല. അപ്പോൾ നമ്മൾ ജയിച്ചു വന്നു കഴിയുമ്പോൾ എൻ്റെ വിചാരം ഐ ആണെങ്കിലും എ ആണെങ്കിലും എല്ലാണെങ്കിലും കോൺഗ്രസ് ഒന്ന്, അതാണ് നമ്മുടെ അഭിപ്രായം. അപ്പം വന്നു കഴിയുമ്പോഴാണ് ഇതറിയുന്നത്, ഒരു അട്ടിമറി ഉണ്ടായതും തലേ ദിവസം മാറ്റി. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക ഗ്രൂപ്പ് അല്ലേ, സമവായം ഇതൊക്കെ പറയണത്. ഇവര് മീറ്റിംഗ് നടത്തിയോ, ഇവരെന്തെങ്കിലും ചെയ്തോ, ഇതൊന്നും എനിക്കറിയില്ല. അധ്യാപക ഭവനിൽ അവിടെ വന്നിരിക്കുന്നു ജയിച്ച കാൻഡിഡേറ്റ്സ്, അവിടെ ഉണ്ടായിരുന്നവർക്കറിയാം. ഡൊമിനിക്കേട്ടനൊക്കെ അറിയുണ്ടാവും, ഞാൻ വായ ഒളിച്ചിരിക്കുകയായിരുന്നു ആക്ച്വലി, ഓർമ്മയില്ലേ? അത് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ടോണി ചാടി എണീറ്റിട്ട് ഭദ്ര ആകെ ഒരു അമ്പരപ്പിലാണ് ഞാനിരിക്കണേ. എന്താണ് അങ്ങനെ പറഞ്ഞത്? നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി. അതെ, എനിക്ക് ഉടുപ്പ് ഇഷ്ടമായി, എനിക്ക് ഉടുപ്പ് ഇഷ്ടമായി, എനിക്ക് ഉടുപ്പ് ഇഷ്ടമായി. തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. ഉള്ളു തുറന്ന് പറയാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. അതായത് ഏതൊരു പ്രവൃത്തിയും നമ്മൾ ആത്മാർത്ഥയോടെ ചെയ്യുക, സത്യസന്ധയോടെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, ഈ ഗ്രൂപ്പ് ഫാക്ടർ ഉണ്ടല്ലോ. ഞാൻ പറയേണ്ട തന്നെ എല്ലാവർക്കും അറിയാം. ഈ ഗ്രൂപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം വളരെ കോൺഗ്രസിനെ തളർത്തുന്നൊരു കാര്യമാണ്. അത് പൊതുജനം ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അവർക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ കോൺഗ്രസ്സിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെയാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛൻ അവരെല്ലാം പിന്തുടരുന്ന ആ ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മളും കോൺഗ്രസ് അനുഭാവിയായി നിൽക്കുന്നത്. പക്ഷേ ഈ ഇത് വന്ന് കയറി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, അതൊരു ശിഥിലം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അതൊരു പോകുന്നത് പോലെ അതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു UDF കൺവീനർ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ചിലപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാകാം, നമുക്ക് പറയാൻ സാധിക്കില്ല. കൊച്ചി പോലൊരു മഹാനഗരത്തിൽ കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി മേയറായി ഇരുന്നതല്ലേ, എങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവങ്ങൾ? ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരി അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു അതിനകത്ത് ചെന്നപ്പോൾ. എൻ്റെ ജോലി ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, സർവീസ് നമ്മളത് ചെയ്യാനാണ് എൻ്റെ ഒരു ആ ഒരു ഇതിലാണ് നമ്മൾ പ്രവർത്തിച്ചു പോയിരിക്കുന്നത്. എൻ്റെ ഓഫീസ് എസ്പെഷ്യലി എൻ്റെ ഓഫീസ് അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോഴാണ് ഇതിൽ നിന്ന് വന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ആ ഗ്രൂപ്പിനെ നോക്കി, ഈ ഗ്രൂപ്പിനെ നോക്കി, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ ഒരു എലോൺ എന്നുള്ള തരത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. നോട്ട് വിത്ത് ഗ്രൂപ്പ് കളിക്കാൻ ഞാൻ നിന്നിട്ടില്ല, ഒരിക്കലും ഗ്രൂപ്പ് കളിക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ ബഡ്ജറ്റ് പ്രസൻറ്റേഷനൊക്കെ എനിക്ക് വലിയ പ്രയാസങ്ങളായിരുന്നു.
KPCC പ്രസിഡന്റ് മൂന്നാമത്തെ നാലാമത്തെ ബഡ്ജറ്റ് പ്രസന്റേഷൻ നടത്തില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്നു അന്ന് സുധീരൻ സാറ് വന്നിട്ടേ ഉള്ളൂ 2 ദിവസം. അദ്ദേഹത്തെ ഉടനെ വിളിക്കുകയും അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടൊക്കെയാണ് അത് നടത്തിയതൊക്കെ. പിന്നെ അതേപോലെ തന്നെ പ്രതിപക്ഷം പോലും പറയാത്ത ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കൊച്ചി കോർപ്പറേഷൻ്റെ കുറിച്ച് ഞാൻ പറയേണ്ട, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രസന്റ് ചെയ്യുകയും ചെയ്തു ഭംഗിയായിട്ട് എങ്ങനെയിരിക്കണമെന്ന്. അത് അങ്ങനെയുള്ള ഒരുപാട് പ്രതിപക്ഷം ആരോ വിഷമിപ്പിക്കാത്തത് കുറച്ച് ഭരണപക്ഷം ചെയ്തിട്ടുണ്ട്. മത്സരത്തിന് ശേഷമായിരിക്കും തുടർന്നുള്ള സ്ഥാനങ്ങളിലേക്ക് ആരെയൊക്കെ എങ്ങനെയെല്ലാം വെക്കണമെന്നത് പാർട്ടി പരിശോധിക്കുന്നത്. ഒരാളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അയാളുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചോ അയാൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വിധിയൊക്കെ എഴുതേണ്ടത് പുറത്തുള്ളവരാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെയാണ്. എന്നെ വോട്ട് നൽകി ജയിപ്പിച്ച ആള് എസ്പെഷ്യലി ഞാനൊരു വേറൊരു പ്രൊഫഷനിൽ നിന്ന് വന്ന ആളാണ്. ഒരു കോളേജ് ലെക്ചറിൽ ആയിരുന്ന ഒരു പരിണാമമായിരുന്നു രാഷ്ട്രീയത്തിലേക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ എല്ലാം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, ഞാൻ മീഡിയയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരിക്കുന്നത് മീഡിയയാണ്. അതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പോയിന്റ്സിൽ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ എൻ്റെ ഒരു വരുതിക്ക്, അത് നിങ്ങൾക്കറിയാം ഫിനാൻസ് കമ്മിറ്റിയാണ്, അതിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും തന്ന ആ ഒരു കൈത്താങ്ങ് തന്നെയാണ് വലിയൊരു മുതൽക്കൂട്ട്. അപ്പം അതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് വേറെയല്ലേ, ഞാനില്ലല്ലോ. ആട്ടെ, മേയറാകാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടോ? എനിക്ക് വിഷമമില്ല. എനിക്കൊരു ജോലി, ഒരു റോൾ ഏൽപ്പിച്ചു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു കൗൺസിലർ ആവുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് ടൈം കൗൺസിലറായ ഉടനെ തന്നെ ഡെപ്യൂട്ടി മേയർ എന്നുള്ളൊരു പദവിയും കിട്ടി ദൈവാനുഗ്രഹത്താൽ. അപ്പോൾ ഇത്രയൊക്കെ മഹാഭാഗ്യങ്ങളൊക്കെ കിട്ടി. അത് നമ്മൾ 5 കൊല്ലം വളരെ ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ മുത്തച്ഛനും ഒരു ചീത്തപ്പേരും ഇല്ലാക്കാണ്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ ഫാമിലി, ജി ശങ്കരക്കുറുപ്പ്, ആ ഒരു അദ്ദേഹത്തിന് ഒരു പോറൽ, ഒരു കളങ്കം പോലും ഏൽപ്പിക്കരുതെന്നുള്ള പേടിയാണ് ഓരോ ദിവസവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതൊന്നുമില്ലാണ്ട് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ അതിമോഹം വേണോ? എന്തുകൊണ്ടാണ് ഭദ്രയുടെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വരാഞ്ഞത്? അതിനെക്കുറിച്ച് പറയാനാണ് ഇപ്പൊ ആദ്യം വലിയ നമ്മുടെ 2 പേരുടെ പേരാണല്ലോ പറഞ്ഞത്, ലാല് ചേച്ചിയും. അപ്പോൾ നാച്ചുറലി അവരാണ് ദേ ഡിസേർവ് ഇറ്റ്, ആ ഒരു ഇതിൽ തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അവര് ഇല്ല എന്നുള്ളൊരു രംഗം, ഒരു ഘട്ടം വന്നപ്പോൾ നോബഡി അപ്രോച്ച്ഡ് മീ, അതാണുള്ള സത്യം. പക്ഷെ അത് എനിക്കതുകൊണ്ടൊരു മനോവിഷമോ അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് ഒരു ഫീലിംഗും ഇല്ല കേട്ടോ. So we are proud that we have got a professional as a director of our director. മുന്നേറ്റത്തിൻ പുതിയ മുഖമിതാ, അഭിമാനത്തിൻ പുതിയ മുഖമിതാ, മലയാളത്തിൻ പുതുമയിതാ, പുത്തൻ ഗീതമിതാ. കോളേജ് അധ്യാപക ജോലി വലിച്ചെറിഞ്ഞ് കോൺഗ്രസിനെ സേവിക്കാനിറങ്ങിയ ഭദ്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ 5 വർഷം എടുത്തുന്ന ചുരുക്കം. ഉള്ള ജോലി രാജിവെച്ച് കോൺഗ്രസിനെ സേവിക്കാനിറങ്ങുന്നവർ ഇനിയെങ്കിലും ഭദ്രയുടെ അനുഭവം ഓർത്തുവെക്കുക. ഇടവേളയ്ക്ക് ശേഷം BJPയിലെ തീപ്പൊരി ശോഭാ സുരേന്ദ്രന്റെ മഹത്വചനങ്ങൾ. ഞാൻ മലപ്പുറത്തിൻ്റെ മരുമകളാണ്. മലപ്പുറം ജില്ലയിൽ വളരെ രസകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് കാണുന്നത്. കണ്ടിട്ട് എങ്ങനെയുണ്ട് പാർട്ടി? കുഴപ്പമില്ല. പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് ആകെ ഇന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം രാത്രിയിൽ ഉറക്കത്തിൽ ഞെട്ടി എനിക്കുക.